മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ TJ ജോസഫ് നൽകിയത് 5 പേജുള്ള പരാതിയാണ്. റോയി ഓഫീസിലെത്തിയത് തനിക്കൊപ്പം വന്ന TJ ജോസഫ് പറയുന്നു. IT ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിന് പിന്നാലെ അദ്ദേഹം സ്വന്തം മുറിയിലേക്ക് പോയി. സ്വയം ഉതിർത്തത് വാതിലകത്തുനിന്ന് കുറ്റിയിട്ട ശേഷമാണെന്ന് അദ്ദേഹം പറയുന്നു. ആരെയും അകത്തേക്ക് വിടരുതെന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശവും കൊടുത്തു. ഈ പരാതിയുടെ പകർപ്പ് 24 ലഭിച്ചു. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, അപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു മാനേജിംഗ് ഡയറക്ടർ TJ ജോസഫ് സാക്ഷ്യപ്പെടുത്തുകയാണോ ഈ പരാതിയിലൂടെ? പരാതിയുടെ പകർപ്പാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. പോലീസിന് എഴുതി നൽകി. പറയൂ ശ്രീനാഥ്, പറയൂ. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ എഴുതി നൽകിയ പരാതിയുടെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹത്തോടൊപ്പമാണ്, TJ ജോസഫിനൊപ്പമാണ് ഡോക്ടർ റോയ് ഈ ഓഫീസിലേക്ക് എത്തിയത്. IT ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഓഫീസിലുണ്ടായിരുന്നു. പിന്നാലെ ചോദ്യം ചെയ്യൽ നടന്നു. അതിനുശേഷമാണ് അദ്ദേഹം തന്റെ മുറിയിലേക്ക്, അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് പോയത്. അവിടെ എത്തിയ ശേഷം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോട് ആരും തന്നെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞതായി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തന്നെ വന്ന് പറഞ്ഞു. പിന്നീടാണ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടും അദ്ദേഹം വാതിൽ തുറക്കാതെ വന്നതോടെയാണ് വാതിൽ അകത്ത് നിന്ന് കുറ്റിയിട്ടതാണെന്ന് മനസ്സിലായി. പിന്നീട് വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് അകത്ത് ചെയറിൽ ഇരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വെടിയേറ്റ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. നെഞ്ചിൽ ആഴത്തിലുള്ള വെടിയേറ്റ നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. ഏതായാലും അതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. ഇതിൽ വിശദമായൊരു അന്വേഷണം തന്നെ വേണം എന്നതാണ് ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നേരത്തെ കുടുംബാംഗങ്ങൾ തന്നെ, അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ ഇതിൽ അവരുടെ പല ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉദ്യോഗസ്ഥരുടെ ഒരു ഭീഷണി തന്നെയാണ്, ഒരു സമ്മർദ്ദം തന്നെയാണ് അവർ പറയുന്നത്. അതിൽ ചില ഉദ്യോഗസ്ഥരുടെ പേരും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥരാണ് വലിയ സമ്മർദ്ദം ചെലുത്തിയത് എന്ന് അവർ പറയുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഡിസംബർ മാസവും പരിശോധന നടന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഹൈക്കോടതിയിൽ വരെ കേസ് പോവുകയും ഹർജി പോവുകയും ആ പരിശോധനകളൊക്കെ തന്നെ സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് IT ഉദ്യോഗസ്ഥർ ലോക്ക് ചെയ്ത മുറിയിൽ നിന്നുള്ള മറ്റ് രേഖകൾ കൂടി എടുക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ 3 ദിവസമായി പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ആ സ്റ്റേ പിന്നീട് വെക്കേറ്റ് ചെയ്യുകയായിരുന്നു. ഏതായാലും പിന്നീട് നോട്ടീസ് നൽകി ഡോക്ടർ റോയിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം എത്തുന്നു. അദ്ദേഹം എത്തിയത് TJ ജോസഫിനൊപ്പമാണ് എന്നതാണ് നമ്മൾ ഈ പരാതിയിൽ നിന്ന് പ്രാഥമികമായി എഴുതി നൽകിയ പരാതിയാണ്. കുടുംബാംഗങ്ങളോട് കൂടുതൽ ആലോചിച്ച ശേഷം എഴുതിയതാവാൻ വഴിയില്ല. അങ്ങനെ ഒരു പരാതിയിൽ പറയുന്നത് പ്രകാരം TJ ജോസഫിനൊപ്പം അദ്ദേഹം ഓഫീസിലേക്ക് എത്തി. പിന്നീട് ഈ മൊഴിയെടുപ്പ് നീണ്ടു. അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം മുറിയിലേക്ക് പോയത് എന്നതാണ്. ഏതാണ്ട് 10 മിനിറ്റിലധികം അദ്ദേഹം ക്യാബിനിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാബിനിൽ അദ്ദേഹം ഇരുന്നു എന്നുള്ള വിവരം കൂടി ഈ കത്തിൽ നിന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അങ്ങനെ ഇരുന്നതിന് ശേഷമാണ് അദ്ദേഹം വെടിയുതിർത്തത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ആത്മഹത്യ എന്നുള്ള വിവരത്തിന് പ്രാഥമികമായി ഒരു സ്ഥിരീകരണം ഈ കത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷെ പോലീസിന് അത് മാത്രം പോരാ, അത് ശാസ്ത്രീയമായി തന്നെ ഈ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത് പിന്നീട് കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സ്ഥിരീകരണം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ബാലിസ്റ്റിക് പരിശോധനയും ഫോറൻസിക് പരിശോധനയും ഒക്കെ തന്നെ നടത്തിയത്. ഏതായാലും ഇനിയിപ്പോൾ അല്പസമയം കൂടി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി തുടങ്ങുകയായി. ഞാനിപ്പോൾ ഉള്ളത് ഈ ആശുപത്രിയിലാണ്, ബോറിംഗ് ആൻഡ് ലേഡി കേഴ്സൺ ഹോസ്പിറ്റലിലാണ് ഈ മോർച്ചറി ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുന്നത്. ഇപ്പോൾ ബംഗളൂരു പോലീസിലെ ചില ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ചില ഡോക്ടർമാർ നേരത്തെ അകത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ 10 മണിയോടെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുമെന്നത് അറിയുന്നു. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുക. ഇപ്പോൾ ഡോക്ടർ റോയിയുടെ സഹോദരൻ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അവിടെ റോയിയുടെ ഭാര്യ അടക്കമുള്ളവരുണ്ട്. അവരുമായൊക്കെ കൂടിയാലോചിച്ച ശേഷമായിരിക്കും പൊതുദർശനം എപ്പോൾ, സംസ്കാരം എപ്പോൾ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക. ഇന്നിപ്പോൾ സംസ്കാരം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നാളെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ അത് എത്ര മണിക്ക് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനം വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്നത് അറിയുന്നു. മാത്രമല്ല, ഇനിയിപ്പോൾ ഇൻകം ടാക്സിന്റെ ആദായ നികുതി വകുപ്പിന്റെ എന്തെങ്കിലും പരിശോധന ഓഫീസിൽ നടക്കുമോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം ഏതാണ്ട് 7 മണി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് നിരവധി രേഖകളുമായി, ഏതാണ്ട് 3-4 കവർ രേഖകളുമായി അവർ പുറത്തേക്ക് പോയത്. അതുകൊണ്ട് ഇന്നിനി വീണ്ടും പരിശോധന നടത്തുമോ എന്നറിയില്ല. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി കൂടി ഈ കേസിൽ നിർണായകമാണ്. അത് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തും. മാത്രമല്ല, ഈ സംഭവത്തിന്റെ ഗൗരവം സംസ്ഥാന സർക്കാർ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് കർണാടകയിലെ കൂടി പ്രധാനപ്പെട്ട ഒരു വ്യവസായിയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഗൗരവമുണ്ട്. CIDക്ക് അന്വേഷണം കൈമാറി. ഇന്നലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും DGPയും അടക്കമുള്ളവർ കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അങ്ങനെയാണ് ഈ കേസ് ലോക്കൽ പോലീസിൽ നിന്ന് CIDക്ക് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക്, ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് ഇതിൽ വിശദമായ അന്വേഷണം നടത്തും. അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രധാന
പ്രധാനപ്പെട്ടതാണ്. ഫോറൻസിക് പരിശോധന ഫലം പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഡോക്ടർ റോയിയുടേതായി കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകളിൽ നിന്ന് ലഭിക്കേണ്ട വിവരങ്ങൾ, ഈ മൊബൈൽ ഫോണുകൾ ഇപ്പോൾ ലോക്ക് ചെയ്ത അവസ്ഥയിലാണ്, അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നത് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഒരു ഡയറി കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ ഡയറിയിലെ വിവരങ്ങൾ എന്തൊക്കെ എന്നത് കൂടി അറിയേണ്ടതുണ്ട്. അതിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അതിൽ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല. ഏതായാലും വിശദമായ ഒരു അന്വേഷണം, കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് പ്രാഥമികമായി തേടിയിട്ടുണ്ട്. അത് നൽകി എന്നതാണ് DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞത്. ഈ റിപ്പബ്ലിക് ഓഫ് സ്ലോവാക്യ എന്ന രാജ്യത്തിന്റെ പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാനുള്ള സാധ്യതയുണ്ട്. ഹോണററി കോൺസുലർ കൂടിയായിരുന്നു നമ്മുടെ ഡോക്ടർ റോയ്. അതുകൊണ്ട് ആ തരത്തിൽ കൂടി ആ രാജ്യത്തിന് കൂടി താല്പര്യമുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ആ രാജ്യം കൂടി ഇതിൽ വിവരങ്ങൾ തേടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ മാനങ്ങളുള്ള പ്രധാനപ്പെട്ട കേസാണ്. മാത്രമല്ല ഡോക്ടർ റോയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും ഒരു സമ്മർദ്ദം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോ ഒന്നും തന്നെ കാണുന്നില്ല. കാരണം ഏതെങ്കിലും തരത്തിലുള്ള കടമോ മറ്റു ബാധ്യതകളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഇല്ല. വ്യക്തിപരമായ ജീവിതത്തിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉള്ളതായിട്ട് ആർക്കും അറിവില്ല. വളരെ സന്തോഷത്തോടെ ജീവിതത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു സക്സസ്ഫുൾ മനുഷ്യൻ എങ്ങനെയാകണം എന്നതിന് ഡോക്ടർ റോയ് എന്ന് കാണിക്കാൻ കഴിയുന്ന അവസ്ഥയായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങനെ മുംബൈ ബാംഗ്ലൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ റോയ് CJയുടെ സംസ്കാരം നാളെയാണ് നടക്കുക. ഇന്ന് കോരമംഗലിലുള്ള സഹോദരന്റെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും എന്നുകൂടി വിവരം ലഭിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.